വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. രാത്രിയുണ്ടായ മഴ കുറച്ച് താമസം ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷ്ണ ഗ്രൗണ്ടില് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പമ്പിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാം കൃത്യസമയത്ത് തന്നെ തയ്യാറായിരിക്കും. ഇവിടെ ചടങ്ങുകളൊക്കെ വൈകുന്നേരമല്ല, സമയമുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം റെഡിയായി വരുന്ന നേതാക്കന്മാർക്കെല്ലാം ഇരിക്കാൻ, ജനങ്ങൾക്ക് മുഴുവൻ ഇങ്ങോട്ട് പ്രവേശനം കൊടുക്കാൻ കഴിയില്ല. ഈ വലിയ ചൂടുകാട് ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത്, പതിച്ചു നൽകിയിട്ടുള്ളത്. അപ്പൊ അതില് ഉൾക്കൊള്ളാവുന്നത് പരമാവധി ഒരു 1000 പേര്, അതിനപ്പുറത്തേക്ക് പറ്റില്ല. ഈ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് നടത്താനാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ വീട്ടിലെത്തേണ്ടിയിരുന്നത് 6:00-ക്കാണ്, എടുക്കേണ്ടിരുന്നത് 8 മണിക്കാണ്. 12 മണിക്കുമ്പോ വീട്ടിലെത്തിച്ചേരുമെന്ന് കരുതുന്നില്ല. പിന്നെ ഒരു വികാരമല്ലേ, എല്ലാവരെയൊക്കെ കാണിക്കാതെ മൃതദേഹം എടുക്കാനും കഴിയില്ല. ഏതായാലും ക്രിസ്ത്യൻ ഗ്രൗണ്ടിലാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. കാരണം ടൗൺ ഹാളിലൊക്കെ നിയന്ത്രണാതീതമായിട്ട് പോകും, തിക്കും തിരക്കും, ചിലപ്പോൾ അപകടം തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് തുറസായ സ്ഥലം തന്നെ എടുത്തിട്ടുള്ളത്. മഴ അതിനൊരു ചെറിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ വലിയ പന്തലുണ്ട്, വരുന്നവർക്കൊക്കെ കണ്ടുപോകുന്നുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. BS-ന് ഇപ്പം ജന്മനാട് അത്ര സ്നേഹവായ്പാണ് നൽകുന്നത്. ഇനി അത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് നിയന്ത്രണാതീതമാകാനാണ് സാധ്യത. ഈ വെക്കേഷൻ ഗ്രൗണ്ട് ഞാൻ പറഞ്ഞില്ല, എടുത്തത് പരമാവധി തുറസായ സ്ഥലം, തൊട്ടപ്പുറത്ത് ബീച്ചുണ്ട്, ആളുകൾക്കൊക്കെ അവിടെ തങ്ങാം. എല്ലാവരും അവിടെ നിൽക്കാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പൊ അത്തരത്തിലുള്ള അച്ചടക്കവും ഇതിനോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അരാജകത്വം ഉണ്ടാവില്ല. അത് വളരെ കൃത്യമല്ലേ. ഇന്നലത്തെ യാത്ര വാഹനത്തിന്റെ കണ്ടു കഴിഞ്ഞാൽ വളരെ വഴിയൊരുക്കി വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആൾക്കാരെല്ലാം കാണാനായിട്ട് ശ്രമിക്കുന്നു.